ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റെക്ടാങ്കിളിന്റെ ഒരു ഷേപ്പിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ. സോ ഞാനിപ്പോൾ ഇന്ന് ഒരു റെക്ടാങ്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ ഡയമെൻഷൻ ബി, അതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബി ആണ്. അത് ഡയമെൻഷൻ ഇസ് ഡി. ഓക്കെ. സോ അതിന്റെ സെൻട്രോയിഡ് ഞാൻ റെക്ടാങ്കിളിന്റെ ഈ എൻഡാണ് ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് എക്സ് ആക്സിൽ എക്സ് ബാർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്, വൈ ആക്സിൽ വൈ ബാർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ. സോ അത് ലൊക്കേറ്റ് ചെയ്യാനുള്ള അതിന്റെ ഇക്വേഷൻസ് നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ ആൻഡ് വൈ ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ. ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഞാൻ അവിടെ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നോക്കാം. ഓക്കെ. ഇനി നമുക്കിതിന്റെ എക്സ് ബാറും വൈ ബാറും എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. സോ നമ്മളുടെ റെക്ടാങ്കിൾ നമുക്ക് ആദ്യം ഇതിന്റെ ആക്സസുകളൊക്കെ വരയ്ക്കാം. ഓക്കെ. സോ ഇതിന്റെ ആക്സസ് ഒക്കെ വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. റെക്ടാങ്കിളിന് അതിന്റെ ഒരു എൻഡ് ഒറിജിൻ പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ നമ്മൾ അതിന്റെ ഇക്വേഷനിൽ തന്നെ കണ്ടതാണ്. നമുക്ക് എന്താ പറയുക, റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം റെക്ടാങ്കിളിന്റെ ചെറിയ ചെറിയ എലമെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെ? സോ ഞാനിപ്പോൾ എലമെന്റിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് സ്ട്രിപ്പുകളായിട്ടാണ്. ഓക്കെ. എക്രോസ് ബ്രെഡ്ത്തും എക്രോസ് ലെങ്ത്തും ഉള്ള പല പല സ്ട്രിപ്പുകളായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ആ സ്ട്രിപ്പിന്റെ ഡിവിഷൻ അത് എന്താ പറയാ, നമ്മൾ ഏത് കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എക്സ് ബാർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സോ എക്സ് ബാറിന്റെ ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എക്സ് എന്നാണ്. സോ വേരിയബിൾ ഇസ് എക്സ്. എക്സ് ആണ് അവിടുത്തെ വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ അതിന്റെ ലൊക്കേഷൻ വേരി ചെയ്യുന്ന എലമെന്റ് ആയിരിക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് എലമെന്റ് ഇടേണ്ടത് ദാ ഇങ്ങനെയാണ്. അല്ല, നമുക്ക് എലമെന്റ് വേണമെങ്കിൽ ഈ അക്രോസ് ലെങ്തോ അല്ലെങ്കിൽ അക്രോസ് ബ്രെഡ്ത്തോ എടുക്കാൻ പറ്റും. അക്രോസ് ബ്രെഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ലൊക്കേഷൻ ചേഞ്ച് ആവുന്നത് വൈ ആക്സിലാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ് ബാർ ആയതുകൊണ്ടാണ് ഞാൻ എലമെന്റ് ഇങ്ങനെ എടുത്തത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ആ എലമെന്റിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ഡിസ്റ്റൻസ് ഫ്രോം ദി ഒറിജിൻ. ഓക്കെ. ഇങ്ങനെ അക്രോസ് ലെങ്ത് ഉള്ള പല ഇൻഫിനിറ്റ് എലമെന്റ്സ് കൂടിയിട്ടുള്ള റെക്ടാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഡി എക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഡയമെൻഷൻ ആണ്. ഏറ്റവും മിനിമം ഡയമെൻഷൻ ആണ് ഡി എക്സ്. ഓക്കെ. സോ ഞാൻ എന്തായാലും എലമെന്റ് കൺസിഡർ ചെയ്തു. ആ എലമെന്റിന്റെ ലൊക്കേഷൻ ഒറിജിന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. ഇപ്പൊ ലൊക്കേഷൻ ചേഞ്ച്. ഇപ്പൊ അടുത്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ പുറകിലാണ് അടുത്ത എലമെന്റ് വരും. അതിന്റെ ബ്രെഡ്ത്ത് ഡി എക്സ് തന്നെ ആയിരിക്കും. പക്ഷെ ഒറിജിനൽ ലൊക്കേഷൻ എന്തോ അത് ചേഞ്ച് ആവും. ലൊക്കേഷൻ എക്സ് ആക്സിൽ ചേഞ്ച് വരുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ എക്സ് ബാർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി എക്സ് ആണ്. അതിന് എക്സിൽ വേണം ചേഞ്ച് വരുത്താനായിട്ട്. അതുകൊണ്ടാണ് അതിന് എലമെന്റിനെ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് ഫസ്റ്റ് ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ കണ്ടുപിടിക്കാനായിട്ട് ഇന്റഗ്രൽ എക്സ് ഡി എ എന്നാണ്. ഡി എ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ്സ് ദി എലമെന്റൽ ലെങ്ത്, അല്ല സോറി, എലമെന്റൽ ഏരിയ, അല്ലെ? എലമെന്റൽ ഏരിയ ഡി എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ എലമെന്റിന്റെ ഏരിയ ആണ് ഡി എ. എലമെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ എലമെന്റ് നോക്കുക, അതിന്റെ ഈ ചെറിയ ഡയമെൻഷൻ ഇസ് ഡി എക്സ്, അല്ലെ? വലിയ ഡയമെൻഷൻ ഇസ് ഡി. സോ ഡി ഇൻറ്റു ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. ഡി ഇൻറ്റു ഡി എക്സ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ എക്സ് ബാർ കണ്ടുപിടിക്കാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ. സോ we can write it as ഇന്റഗ്രൽ ആകുമ്പോൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. സോ ആ ലിമിറ്റ് എവിടുന്ന പോലെ എക്സ് എവിടുന്ന മുതൽ എവിടെ വരെ വേരി ചെയ്യണമെന്ന് നോക്കിയാൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ?
ഒറിജിന് ആ എലമെന്റ് വരെയുള്ള ലെങ്ത് ആണ് എക്സ്. ആ എക്സിന് വരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? ആദ്യത്തെ എലമെന്റ് അല്ലേ? അപ്പൊ അതായത് എക്സിന് 0. പിന്നെ എക്സ് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തെ എലമെന്റിലേക്കുള്ള ലൊക്കേഷൻ അതെന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ബി അല്ലേ? സോ വേരിയേഷൻ ഇസ് ഫ്രം 0 ടു ബി ആണ്. ഇനി ഇൻറ്റു എക്സ് ഡി ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. എന്താ? ഡി ഇൻറ്റു ഡി എക്സ് അല്ലേ? അത് താഴെ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. That is variation is from 0 to b d into dx അല്ലേ? ഇത് നമുക്ക് നോർമലി ഇന്റഗ്രേറ്റ് ചെയ്യാം. എങ്ങനെ വരും? ന്യൂമറേറ്റർ വിൽ ബി എക്സ് ആണ് വേരി ചെയ്യുന്നത്. സോ നമുക്ക് ഡി കോൺസ്റ്റന്റ് ആണ്. ഈ ഡിയും ഡി എക്സും തമ്മിൽ തെറ്റിപ്പോരുത് കേട്ടോ. ഡി എക്സ് സിംഗിൾ ടേം ആണ്. ഓക്കെ, സോ നമുക്ക് ഡി വേരി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഡിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ഓഫ് ഇന്റഗ്രൽ 0 ടു ബി എക്സ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ബി ഡി എക്സ് അല്ലേ? ഫ്രം ദാറ്റ് ഡി ക്യാൻസൽസ് ഔട്ട് ഈച്ച് അതർ. സോ ഇക്വേഷൻ ബിക്കംസ് എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 അല്ലേ? So this will be x square by 2 and that varies from 0 to b അല്ലേ? ഇവിടെ എങ്ങനെ വരും? This will be integral dx എന്ന് പറഞ്ഞാൽ that is x itself അല്ലേ? That is x varies from 0 to b. ഇനി എന്താ ചെയ്യുക? ഇനി എൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എങ്ങനെ വരും? ദിസ് വിൽ ബി ബി സ്ക്വയർ ബൈ 2 മൈനസ് 0 അല്ലേ? ദാറ്റ് ഈസ്, ഞാൻ കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് എൻ്റെ ഫൈനൽ ആൻസർ മാത്രമാണ് എഴുതുന്നത്. ദിസ് വിൽ ബി എന്തുവരും? ബി സ്ക്വയർ ബൈ 2 അല്ലേ? ബി സ്ക്വയർ ബൈ 2 മൈനസ് 0 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 0 itself. സോ ബി സ്ക്വയർ ബൈ 2 മാത്രമാണ് ബാക്കി വരുന്നത്, ഡിവൈഡ് ബൈ ബി. ഫ്രം ദാറ്റ് വി വിൽ ഗെറ്റ് what? X is equal to, sorry, x bar is equal to b by 2. ഓക്കെ, നമുക്ക് ഇതുപോലെ തന്നെ ഇതിന്റെ y ബാറും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ടി നമുക്ക് ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കണം. കാരണം എന്താണ്? y ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്റഗ്രൽ y ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എ എന്നാണ് ഇക്വേഷൻ വരുന്നത്. സോ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ആക്സിൽ വേണം അതിന്റെ വേരിയേഷൻ വരാനായിട്ട്. സോ നമ്മളവിടെ എലമെന്റ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണം? ഇതിന് ഈ ഡയറക്ഷനിൽ അല്ലെ, അക്രോസ് ബ്രെഡ്ത്ത് വേണം അതിന്റെ എലമെന്റ്സ് എടുക്കാനായിട്ട്. സോ നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. ഓക്കെ, സോ നമ്മളുടെ സെയിം റെക്ടാങ്കിൾ നമുക്ക് എന്താ ആദ്യം ഇതിന്റെ ആക്സസുകൾ വരയ്ക്കാം. ഇതിന്റെ ആക്സസ്. ഓക്കെ, ഇനി എന്താ ഇതിന്റെ എലമെന്റ് വരയ്ക്കണം അല്ലെ? എലമെന്റ് എങ്ങനെ ഇനി വരയ്ക്കണ്ടേ? എലമെന്റ് വരയ്ക്കേണ്ടത് അതിന്റെ ലൊക്കേഷൻ y ആക്സിൽ ചേഞ്ച് വരുന്ന രീതിയിൽ വേണം എലമെന്റ് വരയ്ക്കാനായിട്ട്. സോ
അതുവരെയുള്ള അക്രോസ് ബ്രെഡ്ത്ത് വരുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുക. എലമെന്റിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ dy ആണ്. ഇനി ആ എലമെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എലമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിന്റെ y ബാർ കണ്ടുപിടിക്കാൻ പറ്റുക. സോ നമ്മളുടെ ആ ഫിഗർ വന്നിട്ടുണ്ട്. ഇവിടെ എലമെന്റൽ ഏരിയ dA എന്ത് വരും? dA is equal to breadth into depth, അല്ലെ? സെയിം കാൽക്കുലേഷൻ തന്നെയാണ്. ഇവിടെ breadth കോൺസ്റ്റന്റ് ആണ്. സോ എലമെന്റൽ ഏരിയ വിൽ ബി b into dy എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഇക്വേഷനിലേക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y bar is equal to integral y dA divided by integral dA. സോ അവിടെ ഇന്റഗ്രലിന് ഒരു വേരിയേഷൻ ഉണ്ടാവും. ഇന്റഗ്രൽ ഇവിടുന്ന് ഇവിടെ വരെ വേരി ചെയ്യുക, അല്ല? ഈ സ്ട്രിപ്പ് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ വൈക്ക് വരാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0. മാക്സിമം വാല്യൂസ് ആ റെക്ടാങ്കിളിന്റെ ഡയമെൻഷൻ, അല്ലെ? റെക്ടാങ്കിളിന്റെ അത് ഏത് ഈ അക്രോസ് ലെങ്ത് ആണ് അത് വേരി ചെയ്യുന്നത്. സോ അതിന് വരാൻ പറ്റുന്ന മാക്സിമം ഡയമെൻഷൻ ഇസ് d, അല്ലെ? ഇനി y into dA, അല്ലെ? dAക്ക് നമ്മൾ ഓൾറെഡി വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് b into dy, അല്ലെ? അടുത്തത് ഇന്റഗ്രൽ dA, ദാറ്റ് ഈസ് integral 0 to d a is b into dy, അല്ലെ? ഫ്രം ദാറ്റ് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? b കോൺസ്റ്റന്റ് ആണ്, അല്ലെ? ബിക്ക് യാതൊരു വേരിയേഷനും അല്ല. നമ്മളുടെ ഇന്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ന്യൂമറേറ്ററിന് ബിയും ഡിനോമിനേറ്ററിലെ ബിയും പുറത്തോട്ട് എടുക്കാം. ഓക്കെ, സോ എന്നിട്ട് അപ്പോൾ ആ ബിയും ക്യാൻസൽ ചെയ്ത് വെക്കോളും. ഇനി നമുക്ക് നോർമലി ഇപ്പൊ ഇക്വേഷൻ എങ്ങനെ ഒരു ഇന്റഗ്രൽ 0 ടു ഡി വൈ ഡി വൈ, അല്ലെ? ഡിവൈഡ് ബൈ ഇന്റഗ്രൽ 0 ടു ഡി ഡി വൈ. നമുക്കത് ഇന്റഗ്രേറ്റ് ചെയ്യാം. വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി y സ്ക്വയർ ബൈ 2. And the variation is from 0 to d, അല്ലെ? ഇന്റഗ്രൽ y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is ഇന്റഗ്രൽ 0 to d dy, അല്ലെ? സോ അതിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? y ആയിരിക്കും, അല്ലെ? y varies from 0 to d. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ന്യൂമറേറ്റർ d സ്ക്വയർ ബൈ 2 d square by 2 minus 0 square by 2, അല്ലെ? സോ ദാറ്റ് ഈസ് 0 itself ആണ്, ഞാൻ എഴുതുന്നില്ല. ഡിനോമിനേറ്റർ എങ്ങനെ വരും? y വേരിയേഷൻ 0 to d ആണ്. ദാറ്റ് വിൽ ബി y മൈനസ് 0, ദാറ്റ് ഈസ് y itself. y അല്ല, d, അല്ലെ? d മൈനസ് 0, അല്ലെ? സോ ദാറ്റ് ഈസ് d itself. From there we can get y bar as how much? d by 2. ഓക്കെ, സോ നമ്മൾ x ബാർ കണ്ടുപിടിച്ചു, y ബാർ കണ്ടുപിടിച്ചു. x bar is b by 2 and y bar is d by 2. ഓക്കെ, സോ നമുക്കൊന്ന് എടുത്ത് എഴുതാം.
x bar is b by 2 and y bar is d by 2. ഇതാണ് റെക്ടാങ്കിളിന്റെ സെന്റർ ഓഫ് സെൻട്രോയിഡ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചു അല്ലേ? ഇപ്പോൾ അങ്ങനെ അല്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചില സ്പെഷ്യൽ കേസുകളിൽ മാത്രം നമുക്ക് ജോമെട്രി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു മെത്തഡാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മളിപ്പോൾ റെക്ടാങ്കിൾ നോക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന മെത്തേഡ് സിമെട്രിക് ആയിട്ടുള്ള എലമെന്റ്സിൽ മാത്രമേ പോസിബിൾ ആയിരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ റെക്ടാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ റെക്ടാങ്കിളിന് എത്ര ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടാവും? സിമെട്രിക്കൽ ആക്സിസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിന് ഏതൊക്കെ സിമെട്രിക്കൽ ആക്സിസ് ഉണ്ടാവും? ഒരു ഹൊറിസോണ്ടൽ ആക്സിസും ഒരു വെർട്ടിക്കൽ ആക്സിസും ഉണ്ടാവും അല്ലേ? സോ അതിനൊരു ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും ഉണ്ടാവും. ആക്സിസ് സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ആ ആക്സിസിനെ അബൌട്ടായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റുകൾ കറക്റ്റായിട്ട് എന്താ പറയുക, ആക്സിസ് സിമെട്രിക്ക് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ ഇപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഒരു എക്സ് ആക്സിസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ എക്സ് ആക്സും വൈ ആക്സും ഒറിജിനലായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് ആക്സിമെട്രിക് ഒബ്ജക്റ്റ് ആണ് റെക്ടാങ്കിൾ അല്ലേ? നമുക്ക് രണ്ട് ആക്സിസ് ഇതേപോലെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ആ രണ്ട് ആക്സിസിന് അബൌട്ടായിട്ട് ആ റെക്ടാങ്കിളിന്റെ സൈഡുകൾ സിമെട്രിക് ആണ് അല്ലേ? ഞാനിപ്പോൾ കറക്റ്റ് റെക്ടാങ്കിളിന്റെ മിഡ് പോയിന്റ് കൂടെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ സൈഡിന് ഇപ്പോൾ ഹൊറിസോണ്ടലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ സൈഡിന് ഐഡന്റിക്കൽ ആണ് ഈ സൈഡ് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ആക്സിസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിന് ഈക്വൽ ആണ് ലെഫ്റ്റ് സൈഡ്. സോ തന്നെ ഇതിന് രണ്ട് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്. ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ഒരെണ്ണം ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ടോ അതിൽ കൂടുതലോ വേണം. വെച്ചാൽ ആക്സിസ് ഓഫ് സിമെട്രി കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ ബി ദി സെൻട്രോയിഡ് ഓഫ് ദാറ്റ് ഒബ്ജക്ട്. അതായത് റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആക്സിസ് സിമെട്രി തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഈ പോയിന്റ് ആണ് റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും നോക്കുകയാണെങ്കിൽ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാമല്ലോ അല്ലേ? ഈ റെക്ടാങ്കിളിന്റെ ഈ എൻഡാണ് നമ്മളുടെ ഒറിജിൻ പോയിന്റ് എങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഏതായിരുന്നു? സെൻട്രോയിഡിന് ഇവിടെ വരെ, സെൻട്രോയിഡ് ഈ പോയിന്റ് മുതൽ ഒറിജിൻ വരെ ഡിസ്റ്റൻസ് ആയിരുന്നു എക്സ് ബാർ അല്ലേ? എക്സ് ആക്സിൽ സെൻട്രോയിഡിലേക്കുള്ള ലൊക്കേഷൻ, ദിസ് വാസ് എക്സ് ബാർ. ഇത് എത്രയാണ്? ഈ ലെങ്ത് ബി ആണെങ്കിൽ ദിസ് ലെങ്ത് വുഡ് ബി എത്രയായിരിക്കും? ദിസ് വുഡ് ബി ബി ബൈ 2 അല്ലേ? This length would be b by 2. ഇനി ഇത്ര ഡിസ്റ്റൻസ് എത്രയായിരിക്കും? That will be d by 2 അല്ലേ? This is d by 2 and this is b by 2. അതായിരുന്നല്ലോ നമ്മളുടെ എന്താ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഈ മെത്തേഡിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ അതിൽ കൂടുതലോ ആക്സിസ് സിമെട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ഷേപ്പിന്റെ ആണെങ്കിലും അതിന്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇനി ആക്സോസിമെട്രി കറക്റ്റ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആക്സോസിമെട്രി വരയ്ക്കാം. ഓക്കെ, ഒന്ന് മാറ്റി വരയ്ക്കാം. ഇപ്പൊ ഞാൻ വരച്ചത് ഇങ്ങനെയാണ് ഞാൻ ആക്സോസിമെട്രി വരച്ചിട്ടുള്ളത്. വേണമെങ്കിൽ ഇതിന്റെ ഡയഗണൽ ആക്സിസ് വേണമെങ്കിൽ വരച്ചു നോക്കാം. നമുക്ക് ഒരു ഡയഗണൽ ആക്സിസ്, ഇത് അടുത്ത ഡയഗണൽ ആക്സിസ്. അപ്പൊ ഈ ഫസ്റ്റ് ആക്സിസ് നോക്കാം, ഡയഗണലായിട്ട് ഞാൻ ആക്സിസ് വരച്ചു. ഈ ആക്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ
ഈ ഷേപ്പിന് ഐഡന്റിക്കൽ ആണ് ഇതിന്റെ ഈ രണ്ടാമത്തെ സൈഡ് അല്ലേ? സോ ഇതൊരു ഡയഗണൽ ഒരു ആക്സിസ് ആണ്. സോ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് അടുത്ത ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഈ സൈഡിന് ഐഡന്റിക്കൽ ആണ് ഈ സൈഡ് അല്ലേ? ഇതിന് ഇപ്പൊ നമ്മൾ ഈ ആക്സിസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സൈഡിന് മിറർ പോലെയല്ലേ ഈ സൈഡ് വന്നേ? നമ്മൾ ഈ ആക്സിസ് നോക്കുന്നെങ്കിൽ ഈ സൈഡിന് മിറർ പോലെ ആയിരിക്കും ഈ സൈഡ് അല്ലേ? സോ ഇതും രണ്ട് ആക്സോസിമെട്രികൾ തന്നെയാണ്. ആക്ച്വലി റെക്ടാങ്കിളിന് 4 ആക്സോസിമെട്രി ഉണ്ട്. നമ്മൾ നേരത്തെ വരച്ച ആക്സസുകളും അഡീഷണലി ഡയഗണൽ ആക്സസും കൂടി വരും. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒറ്റ പോയിന്റിലാണ് കറക്റ്റ് ആയിട്ട് കോയിൻസൈഡ് ആവുക. കണ്ടോ? റെക്ടാങ്കിളിന് 2 ആക്സോസിമെട്രി അല്ല 4 ആക്സോസിമെട്രി ഉണ്ട്. സോ എല്ലാം കോയിൻസൈഡ് ചെയ്യുന്നത് ആ ഒറ്റ പോയിന്റിലായിരിക്കും. ആ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എത്രയാ? സോ നമുക്കിതാ ഇതേപോലെ കിട്ടും. x bar is b/2 and y bar is d/2. ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് വേണമെങ്കിലും നമുക്ക് സെൻട്രോയിഡിനെ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ.